യുക്രൈനിൽ ശക്തമായ ആക്രമണം തുടർന്ന് റഷ്യ. യുക്രൈനിലെ ബെയ്രക്തർ ഡ്രോൺ പ്ലാന്റ് റഷ്യ ആക്രമിച്ചു. 6 മാസത്തിനിടെ 4ാം തവണയാണ് റഷ്യ ഈ ഡ്രോൺ പ്ലാന്റിനെ ആക്രമിക്കുന്നത്. യുക്രൈൻ്റെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ പദ്ധതിയെ തളർത്തുന്ന ആക്രമണമാണിത്. തുർക്കിയുടെ ധനസഹായത്തോടെയാണ് ഈ പദ്ധതി യുക്രൈൻ നടപ്പിലാക്കുന്നത്. ഏകദേശം നിർമ്മാണം പൂർത്തിയായ ഫാക്ടറി ലക്ഷ്യമിട്ടാണ് റഷ്യ നിരന്തരം ആക്രമണം നടത്തുന്നത്. പ്രാദേശികമായി ഡ്രോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള യുക്രൈൻ്റെ കാൽവയ്പാണ് ഈ പ്ലാന്റ്. ഉൽപ്പാദനം സജീവമാകാൻ പോകുന്നതിനിടെയാണ് ആക്രമണം. നേരിട്ടുള്ള 2 മിസൈൽ ആക്രമണങ്ങൾ പ്ലാന്റിന് കനത്ത നാശനഷ്ടമുണ്ടാക്കി. മണിക്കൂറുകൾക്ക് ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടിയന്തരമായി തുർക്കി പ്രസിഡന്റ് റെസെപ് തയ്യിദ് എർദോഗനെ വിളിച്ചു. പ്ലാന്റിനുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകി. യുക്രൈൻ്റെ ഡ്രോൺ പദ്ധതിയെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുകയാണ് റഷ്യ. ഇതോടെ പദ്ധതിയുടെ മുന്നോട്ടു പോക്ക് പോലും അനിശ്ചിതത്വത്തിലാണ്. യുക്രൈന് ഡ്രോൺ നിർമ്മാണ പദ്ധതി സഫലമാക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസവും യുക്രൈനിൽ അതിശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത്. ആക്രമണം കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 4 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു, 48 പേർക്ക് പരിക്കേറ്റു. യുക്രൈനിൽ വ്യാപകമായി 598 ഡ്രോൺ, 31 മിസൈൽ ആക്രമണങ്ങളാണ് റഷ്യ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയത്. സമീപകാലത്ത് റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് വിദഗ്ധർ പറയുന്നു. കീവിലെ 7 ജില്ലകളിലാണ് കനത്ത ആക്രമണം നടത്തിയത്. ആക്രമണങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. റഷ്യ തൊടുത്തുവിട്ട ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടു. അതിനിടെ കടലിലും യുക്രൈനെ വിറപ്പിക്കുകയാണ് റഷ്യ. യുക്രൈൻ നാവികസേനയുടെ നിരീക്ഷണ കപ്പലായ സിംഫറോപോൾ റഷ്യ തകർത്തു. ഡ്രോൺ ആക്രമണത്തിലാണ് കപ്പൽ തകർത്തതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കപ്പൽ തകർന്നതായി യുക്രൈൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈൻ്റെ ഏറ്റവും വലിയ കപ്പലാണ് സിംഫറോപോൾ. റേഡിയോ, ഇലക്ട്രോണിക്, റഡാർ, ഓപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത കപ്പലാണിത്. 2021 മുതൽ യുക്രൈൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാണ് ഈ കപ്പൽ. ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന കപ്പൽ മുങ്ങി. അതിനിടെ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം യുക്രൈൻ തുടരുകയാണ്. സമാറ പ്രവിശ്യയിലെ ഒരു റിഫൈനറിയിൽ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. യുക്രൈൻ്റെ 102 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയും അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം റഷ്യയിലെ കർസ്ക് മേഖലയിലുള്ള ആണവ നിലയത്തിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ ആണവ നിലയത്തിന് തീപിടിക്കുകയും ചില ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റുകയും ചെയ്തു. എന്നാൽ ആണവ വികിരണമോ മറ്റ് ആളപായങ്ങളോ ഇല്ലെന്ന് റഷ്യ അറിയിച്ചു. റഷ്യയിലെ ചലുഗ തുറമുഖത്തും യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു.